വീണ്ടും പുതിയൊരു ഓട് വർക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മളൊരു പഴയ വീട് പൊളിച്ച്, അതായത് ഒരു 4 കെട്ട് മോഡൽ വീട് പൊളിച്ചടുക്കിയിട്ട് പിന്നെ ഓടെല്ലാം ഫുള്ള് മാറ്റി, പഴയ ഓടുണ്ടായിരുന്ന മാറ്റി പുതിയ ഓട് കയറ്റിയിട്ട് ചെയ്യുന്നൊരു വർക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് വീട് കാണിച്ചത്. ഈ വീടാണ്. അപ്പം ഈ വീടിന്റെ വർക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ മൊത്തം ആ ടോപ്പെല്ലാം ആ ഏരിയയിലാണ്. അതെല്ലാം പിന്നെ കോടിയായിരുന്നു. അത് നമ്മൾ മൊത്തം ആനവായനാക്കിയിട്ടുണ്ട്. അതും അതേപോലെ ആനവായനാക്കി ചെയ്തിട്ടുണ്ട്. കാരണം പിന്നെ ഇതെല്ലാം കോടിയായിരുന്നു. അപ്പോൾ കോടിയാകുമ്പോൾ മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ല. കോടിയുടെ ഈ കോടിയെല്ലാം കണ്ട കോടിയെല്ലാം പൊട്ടിയിരിക്കുന്നതുകൊണ്ട് മെയിൻ്റെനൻസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഫുള്ളത് പിന്നെ ആനവായനാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം ആ വീടിന്റെ ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ട്, അപ്പോൾ അതിന്റെ ഏകദേശം നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പതിയോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് പാർട്സ് ആയിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന്റെ വർക്കും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുള്ളായിട്ട്, അതായത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് പ്രാവശ്യം പറയുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറയാം. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ പതിവ് പോലെ നമ്മൾ വീടിന്റെ ഏറ്റവും ടോപ്പ് ഭാഗം കുറേ കട്ടിങ് ആയിട്ടാണ്. അപ്പോൾ ആദ്യം ഏറ്റവും ടോപ്പിലത്തെ ആ ഭാഗമാണ് മൊത്തം 4 കോടിയായിട്ടുണ്ടായിരുന്ന ഏരിയയാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പൊളിച്ച് ചെയ്യുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഓടെല്ലാം ഇറക്കി പട്ടിക എല്ലാം പൊളിച്ച് മാറ്റുമായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഓട് എല്ലാം പുതിയ ഓടാണ്. ഈ പഴയ ഓട് ഇതിപ്പോൾ സിംഗിൾ പാത്തിയുടെ പഴയ ഓടായിരുന്നു. അതെല്ലാം നമ്മൾ ഫുള്ള് മാറ്റിയിട്ട് ഫുള്ള് പുതിയ ഓട്, ഡബിൾ പാത്തിയുടെ പുതിയ ഓടാണ് നമ്മൾ ഫുള്ള് ഈ വീടിന് വെക്കാൻ വേണ്ടി പോകുന്നത്. മൊത്തം ഫുള്ളോട്, അതായത് ഏകദേശം ഒരു 10,000-3,500 മേലെ ഓട് വരും. ആ കണ്ടീഷനിലുള്ള ഓട് ഫുള്ളായിട്ട് കണ്ടില്ല പൊളിച്ച്. ഇതിനെല്ലാം ചോർച്ചയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. കാരണം സിംഗിൾ പാത്തി ഇനി വെക്കണ്ട, പിന്നെ പരമാവധി ഡബിൾ പാത്തി തന്നെ ആയിക്കോട്ടെ, പിന്നെ പഴയത് കഴുകി പെയിൻ്റ് അടിച്ച് വെക്കണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കുറേ എല്ലാം ഇതിൻ്റെ അകത്ത് കുറേ നല്ല ഓടുണ്ട്, കുറേയൊക്കെ വളരെ മോശമായ ഓടുകളും ഉണ്ട്. അപ്പം പിന്നെ അതിനിയും വെച്ചിട്ട് ലീക്കിന് പ്രശ്നം വരണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ നമ്മൾ പരമാവധി മൂലഭാഗം വരുന്നത് പരമാവധി ഒഴിവാക്കുകയാണ്. കാരണം ആ ഏരിയയിലാണ് കൂടുതൽ ഇവർക്ക് മെയിൻ്റെനൻസ്. എന്തെങ്കിലും വീഴോ പൊട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാനുള്ള ബുദ്ധിമുട്ട്. കാരണം ഇത്രയും ഉയരമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം ആനവായി ആക്കിക്കോട്ടെ എന്നാണ് അവർ പറയുന്നത്. ആകെ ഈ ഫ്രണ്ടിലത്തെ ആ ഒരു മൂലയ്ക്ക് മാത്രമാണ് പിന്നെ കോടി ചെയ്യാൻ പോകുന്നത്. ബാക്കിയെല്ലാം ആനവായി, അതായത് 2 സൈഡിലോട്ട് ചെരിച്ചിട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പം പിന്നെ മെയിൻ്റെനൻസ് കുറവ്, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു ഓട് പൊട്ടിക്കഴിഞ്ഞാലും മാറ്റാൻ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂലയുടെ സൈഡിൽ ഒരു ഓടെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ മാറ്റണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം നമ്മളെ പോലുള്ള പണിക്കാരെ വിളിക്കുമല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ അങ്ങനെ പറയുന്നത്. കാരണം ഇടയ്ക്കൊരു ഓടെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ചെയ്യാമല്ലോ, റോഡ് സ്വന്തമാണെങ്കിലും മാറ്റി വെക്കാം. കാരണം പണിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയത്തിനനുസരിച്ച് തിരക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാലും വിളിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നൊന്നുമില്ല. അപ്പം താമസമുള്ള വീടൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് മണ്ണിൻ്റെ മച്ചാണ്. 2 മച്ചുണ്ട്. ഒന്ന് 2 മണ്ണിൻ്റെ തന്നെയാണ്. ഒന്നിൻ്റെ അകത്ത് പിന്നെ ടൈലിലോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ ഭാഗം ഫുള്ള് പൊളിച്ചടുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറയുന്നുണ്ട്. ചിലവ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് പറയാൻ പോകുന്നത്. ഇത് പൊളിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം തന്നെ കഴുക്കോലെല്ലാം അടിച്ച് പ്രൈമറെല്ലാം അടിച്ച് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓടെല്ലാം പുതിയതിറക്കി പെയിൻ്റ് അടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പൊളിച്ച് അന്ന് തന്നെ, കാരണം മഴ പിന്നെ പെയ്യോ ഇല്ല എന്നുള്ള സംശയം. കാരണം മണ്ണിൻ്റെ മച്ചായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം പൊളിച്ച് ചെയ്യൽ പരമാവധി സ്പീഡിൽ കയറണം. ഈ മേലെ മാത്രമേ പലയുള്ളൂ, താഴെയെല്ലാം മണ്ണാണ്. അപ്പം പിന്നെ അങ്ങോട്ട് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടാണ് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പൊളിക്കുന്ന അന്ന് തന്നെ പരമാവധി കഴുക്കോലെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് കണ്ടില്ലേ, എല്ലാം റെഡിയാക്കി പെയിൻ്റ് അടിച്ച് വെച്ചോണ്ട്. പക്ഷേ ഇനി ഇതിന് മെയിനായിട്ട് നമുക്കൊരു താമസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈമർ കൂടാതെ ഒരു കോട്ട് ബ്ലാക്ക് പെയിൻറ്, ഇനാമൽ പെയിൻറ്റും കൂടി അടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതായാലും പിന്നെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടല്ലേ പ്രൈമർ വെൽഡിങ് ചെയ്തെടുത്ത് ടച്ച് ചെയ്തിട്ട് രണ്ടാമത് പെയിൻറ്റും കൂടി അടിക്കണം. അതൊരു താമസമുള്ള പണിയാണ്. കാരണം പെട്ടെന്ന് നടക്കൂല. കാരണം ഒന്നാമത്തെ ഫുള്ള് പട്ടിയൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ കുനിഞ്ഞ് കിടന്ന് അടിക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മളെ താമസം വരുന്നത്. ബാക്കി പണിയെല്ലാം ആദ്യത്തെ ദിവസം തന്നെ ഒരു പിന്നെ കണ്ടില്ല, ആദ്യ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഏകദേശം പട്ടികയെല്ലാം അടിച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ആ ആനവായ പോലെ വരുന്ന ആ ഭാഗം കാണാം, 2 സൈഡിലോട്ട് ചിരിക്കുന്നത്. അവിടെ നമ്മൾ പിന്നെ 1.5 3/8 പൈപ്പ് കുത്താനാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. കാരണം കാണുമ്പോൾ ഒരു ലുക്കും നന്നോട്ട്. കാരണം പിന്നെ കോടിയായിട്ട് പണിയിൽ വലിയ വ്യത്യാസം വരില്ല. കാരണം മൂല കട്ട് ചെയ്യുന്നതും സംഭവമൊക്കെ കുറയും. പക്ഷേ ഈ സംഭവത്തിന് വേണ്ടിയുള്ള പൈപ്പ് എടുക്കുന്നതൊക്കെ എക്സ്ട്രാ ചിലവ് തന്നെയായിട്ട് വരും. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, ഈ വർക്ക് നമ്മളെ യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ടുള്ളതാണ്. പുള്ളി നമുക്ക് വേണ്ടിയിട്ട് ഒരു മാഷാണ്. പുള്ളി നമുക്ക് വേണ്ടിയിട്ട് കുറേ നാൾ, അതായത് ഏകദേശം 3-4 മാസത്തിലധികം വെയിറ്റ് ചെയ്തിട്ട് മഴയ്ക്ക് മുന്നേ ചെയ്ത് തരണം എന്ന് പറഞ്ഞാണ്. അത് പറഞ്ഞ് ഏകദേശം ഏപ്രിൽ മാസമായി പണി തുടങ്ങുമ്പോൾ. കാരണം നമ്മൾ തിരക്കും എല്ലാം കൂടിക്കൊണ്ട് അവസാനം ഈ സമയത്തിലേക്ക് എത്തി. അപ്പം പുള്ളി നമുക്ക് വേണ്ടി ഒത്തിരി വെയിറ്റ് ചെയ്ത ഒരാളാണ്. നമ്മുടെ പണി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഈ പണി തീർന്നപ്പം പുള്ളി ഒത്തിരി ഹാപ്പി ആയിരുന്നു. നമ്മുടെ വർക്ക് ഏകദേശം പട്ടികയെല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ
പെയിൻറ്റിങ്ങിൻ്റെ പണിയും കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ വേറൊരു വ്യത്യാസം കൂടി ഈ വർക്കിൽ മൊത്തത്തിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ പിന്നെ പൈപ്പെല്ലാം കഴുക്കോല് ബീം അങ്ങനെയുള്ള പൈപ്പുകളെല്ലാം നമ്മൾ അപ്പോളോടെ പൈപ്പും പട്ടിക ബോർഡർ പൈപ്പ് അങ്ങനെയുള്ള പൈപ്പുകളെല്ലാം നമ്മൾ ടാറ്റയുടെ പൈപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കണ്ടോ, ആ പട്ടികയായിട്ട് വെച്ചിരിക്കുന്ന എല്ലാം ടാറ്റ, ബാക്കിയെല്ലാം അപ്പോളോ, പിന്നെ ബോർഡറായിട്ട് വിളിക്കുന്നതും എല്ലാം ടാറ്റ. അങ്ങനെ വെക്കാനുണ്ടായിരുന്ന ഇവർ മൊത്തത്തിൽ നമ്മൾ ടാറ്റ വെച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം നല്ല പൈസയിൽ നല്ല വ്യത്യാസം വരുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് പട്ടിക മാത്രം ടാറ്റയാക്കി. പട്ടിക മാത്രം ടാറ്റയാക്കാനുള്ള കാരണം ഓട് ഈർപ്പം വരാനുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ ഈർപ്പം വന്നാലും കഴുക്കോലിലോട്ടൊന്നും ഈർപ്പം അടിക്കില്ല. അപ്പം പട്ടികയിൽ മാത്രമാണ് മെയിനായിട്ട് ആദ്യം ഈർപ്പം വരും. അപ്പോൾ പട്ടികയാണല്ലോ മെയിനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പട്ടിക ഫുള്ള് നമ്മൾ ടാറ്റയുടെ പട്ടികയാണ് ഇപ്രാവശ്യം കയറ്റിയിട്ടുണ്ടായത്. കാരണം അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ ഈ വർക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ഈ വർക്കിൽ ഏകദേശം ഒരു 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഫുള്ള് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വേരിയേഷൻ ടാറ്റയുടെ പൈപ്പ് കയറിയതുകൊണ്ട് മാത്രം ഈ വർക്കിന് വന്നിട്ടുണ്ട്. കഴുക്കോലും കൂടി വെക്കുമ്പോൾ പിന്നെ കഴുക്കോലിൻ്റെ അങ്ങനെ നനയുന്നൊന്നുമില്ലല്ലോ, അങ്ങനെ വിഷയമില്ലാത്തതുകൊണ്ട് അത് മാറ്റിയിട്ടില്ല. ഇത് മാത്രമാണ് നമ്മൾ മാറ്റിയിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഓടിന് 2 കോട്ട് പെയിൻറ്റും കൂടി അടിച്ചിട്ടാണ് നമ്മൾ ഓട് കയറ്റിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ കഴുക്കോല് പ്രൈമർ അടിച്ചതും പെയിൻറ്റ് അടിച്ചതും കൂടാതെ ഓടിന് 2 കോട്ട് പെയിൻറ്റ്. കാരണം അതും അവരാവശ്യപ്പെട്ടതല്ല, നമ്മുടെയും കൂടി ആവശ്യത്തിനാണ്. കാരണം പുതിയ ഓടാകുമ്പോൾ ആദ്യത്തെ വർഷം ചെറിയ തോതിൽ പനയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. അത് എത്ര നല്ല ഓടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാധ്യതകളുള്ളതുകൊണ്ട് അത് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലെല്ലാം പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ആദ്യത്തെ വർഷം അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ച് കയറ്റാം. ഒരു കോട്ട് പെയിൻറ്റാണ് നമ്മൾ പറഞ്ഞത്. അപ്പം പുള്ളി പറഞ്ഞു നമ്മൾ ഏതായാലും അടിക്കുന്നില്ല, എന്നാൽ പിന്നെ 2 കോട്ട് നല്ല പെയിൻറ്റ് തന്നെ അടിച്ചോ എന്ന് പറഞ്ഞിട്ട് 2 കോട്ട് പെയിൻറ്റും കൂടി അടിച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം കയറ്റിയിട്ടുണ്ടായത്. പെയിൻറ്റ് അടിക്കുന്ന വീഡിയോ കൂടി കാണിച്ചത്. ഇപ്രാവശ്യം നമ്മൾ സ്പ്രേ ഗണ്ണ് ചെറിയ കംപ്രസർ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് പെയിൻറ്റ് അടിച്ചത്. അത്യാവശ്യം നല്ലൊരു മെഷീനാണ്. വെച്ചിട്ട് 2 കോട്ട് ഇതുപോലെ പൊക്കി വെച്ചിട്ടും നിലത്ത് വെച്ചിട്ടെല്ലാം നമ്മൾ സാധാ പെയിൻറ്റ് റെഡ്, അതായത് പെയിൻറ്റ് അടിക്കുമ്പോൾ പരമാവധി നമ്മൾ റെഡ് കളർ തന്നെ അടിക്കാൻ ശ്രമിക്കുക. കാരണം പായലൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റ് കളർ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ വേരിയേഷൻ ഉണ്ടാവും, ഷെയ്ഡ് പോകും. അപ്പം പിന്നീട് പെയിൻറ്റ് അടിക്കലെല്ലാം കണക്കാണ്. സാധാ ഓടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ല പിന്നെ അതുപോലെ കഴുകി പെയിൻറ്റ് അടിക്കണ്ടേ. ഇതാകുമ്പോൾ പൊളിഞ്ഞ് പോയാലും ഇതിപ്പോൾ ഒരു 5 വർഷം വാറണ്ടിയൊക്കെ കൊടുക്കുന്നത് പെയിൻറ്റിന്. കളറ് പോകില്ല, പായൽ പിടിക്കില്ല അല്ല കളർ പോകില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ നമുക്കത് വാറണ്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം പെയിൻ്റ് അല്ലേ, നമ്മുടെ കാലാവസ്ഥയ്ക്ക് മഴയും വെയിലും അടിക്കുമ്പോഴത്തേക്കും ചിലപ്പം പെയിൻ്റെല്ലാം പൊളിഞ്ഞ് വരും. എന്നാലും കുറച്ച് കാലം കിട്ടും എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗത്തിൻ്റെ പണി ഏകദേശം ഫിനിഷായി. ചെറിയ ചെറിയ പണി ബാക്കിയുണ്ട്. എനിക്ക് സിമെൻറ്റ് വെക്കാനുണ്ട്. സിമെൻറ്റ് നമ്മൾ ലാസ്റ്റേ വെക്കുന്നുള്ളൂ. കാരണം എല്ലാ ഭാഗങ്ങളും കൂടി തീർത്തിട്ട് സിമെൻറ്റ് വെക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മളെ രണ്ടാമത്തെ ഇത് അടുക്കള കിച്ചണൊക്കെ വരുന്നതാണ്. ഇനിയും അതേപോലെ മച്ചുണ്ട്. അതിന് പിന്നെ മണ്ണില്ല, പകുതി ഭാഗത്ത് മച്ചിട്ട്. അത് പിന്നെ നനഞ്ഞാൽ അത്ര വലിയ കുഴപ്പമില്ല, പണ്ടത്തെ ചുടുകട്ടയൊക്കെയാണ്. അപ്പം അതിൻ്റെയും കൂടി പൊളിച്ചിട്ട് അതാണ് അടുത്ത് ശരിയാക്കുന്നത്. അപ്പം അതിന് ഇതേപോലെ പുറകിലൊരു ചെറിയ വാട്ടർ ടാങ്കിൻ്റെ കട്ടിങ് ഒക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, അതിൻ്റെ പണിയും കൂടി അതും ഇതേപോലെ തന്നെ നമ്മൾ ആനവാൻ ഷേപ്പിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നമ്മൾ പെയിൻ്റെല്ലാം അടിച്ച് റെഡിയാക്കി ആദ്യം തന്നെ കഴുക്കെല്ലാം വെച്ചിട്ടുണ്ടായി. ബോർഡർ പൈപ്പ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ബോർഡർ നമ്മൾ ടാറ്റയാണ് ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, എല്ലാ വർക്കും അതുപോലെ തന്നെ നോർമൽ രീതിയിൽ. അപ്പം ഇപ്രാവശ്യം മഴ അടുപ്പിച്ച് പെയ്യുന്ന കാലാവസ്ഥയാണെങ്കിൽ പോലും ഉച്ചയ്ക്ക് നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി രാവിലെ വർക്ക് തുടങ്ങിയിട്ട് ഒരു 11 മണിയാകുമ്പോൾ പണി നിർത്തും. എന്നിട്ട് പിന്നെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ പണി തുടങ്ങുള്ളൂ. ആ വർക്കൊരു സന്ധ്യ ഒരു 7 മണി വരെയൊക്കെ നമ്മൾ വർക്ക് കൊണ്ടുപോകാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തെ വർക്ക് പൈപ്പിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞ് ഇനി പെയിൻറ്റിങ് വർക്കൊക്കെയാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ടല്ലോ, അപ്പുറത്തെ 2 സൈഡിൽ നമ്മൾ കോർണർ അടിച്ച് മൂലയോടെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് എടുത്തിട്ട് തന്നെ സിമെൻ്റൊക്കെ ഇടേണ്ടതാണ്. അപ്പം ഏകദേശം വർക്കുകളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിൻ്റെയും ഓട് മേച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. മൊത്തം 4 പാർട്സാണ്. അപ്പം രണ്ടാമത്തെ പാർട്സ് നമ്മുടെ ഓടിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അത് വലിയ ഏരിയയില്ല, ഉയരവും അത്രയും കൂടി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം അത് കഴിഞ്ഞോടെ നമ്മൾ മൂന്നാമത്തെ ഭാഗം പൊളിച്ചു. അത് മൂന്നാമത്തെ ഭാഗം താന്നു വന്നു. ഹൈറ്റ് കുറഞ്ഞോട് തന്നെ നമുക്ക് പണി കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു. മേലോട്ട് പോകുന്നതിനനുസരിച്ച് ഓട് പൊക്കിക്കൊണ്ടുപോകൊക്കെ ഉള്ള പണിയല്ല. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സമയമാകുമ്പോഴത്തേക്ക് 7-7:10 ആയിന്. അപ്പം നല്ല ഉച്ചക്കത്തെ ചൂട് കാരണം ആ സമയം വരെ നമ്മൾ പണിയെടുക്കുന്നുണ്ട്. മാക്സിമം കണ്ണ് കാണാത്ത കണ്ടീഷൻ വരെ വർക്ക് എടുക്കുകയാണ് ചെയ്യുന്നുണ്ട്. കാരണം അതേ നടക്കുള്ളൂ. കാരണം ഉച്ചയ്ക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം, പിറ്റേന്ന് ലീവ് എല്ലാം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പൈപ്പിൻ്റെ വർക്കൊന്നും കൂടുതൽ കാണിക്കാത്തതിന് കാരണം നമ്മൾ നേരത്തെ കാണിച്ചല്ലോ. അപ്പം അതിൻ്റെ ബോർഡിടൽ തുടങ്ങി. ആൾ കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സ്പീഡിൽ ഓടിടലെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയും കൂടി ഓട് നിരത്തി മൂലയും കൂടി വെച്ച് തീർത്തിട്ടാണ് ഇനി അടുത്ത ഭാഗം നമ്മൾ പൊളിക്കാൻ വേണ്ടി പോകുന്നത്.
ഇപ്പോൾ ഇനി അടുത്ത ഭാഗം പൊളിക്കാൻ വേണ്ടി പോകണം. അത് ഫ്രണ്ട് മെയിനായിട്ടുള്ള സിറ്റ് ഔട്ട്. അത് അവർ ആദ്യം നമ്മളോട് പൊളിക്കണ്ടെന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ തടിയും കൊണ്ടാക്കിക്കോളാം എല്ലാം പറഞ്ഞ് തുടങ്ങിയ ഒരു ഭാഗമാണ്. ഇതിൻ്റെ ബാക്കി വരുന്ന തടിയെല്ലാം കൂടി റെഡിയാക്കിയിട്ട് നമ്മൾ ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അവസാനം അവർ പറഞ്ഞു എന്നാൽ പിന്നെ ഇതും കൂടി മാറ്റിയേക്കാം, ഏതായാലും ഇത്രയും വൃത്തിയായില്ലേ, എന്നാൽ പിന്നെ ഇതും കൂടി ഒന്ന് മാറിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെയും കൂടി നമ്മളങ്ങനെ ലാസ്റ്റ് നിമിഷം പൊളിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ ഓട് അത്യാവശ്യം നല്ല പാപ്പനശ്ശേരി ഓടായിരുന്നു. മറ്റേ മേലെയുള്ള ഓടൊന്നും അത്ര നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം വെയിറ്റെല്ലാം കുറഞ്ഞ ചോർച്ചയുണ്ടായിരുന്ന ക്രാക്കൊക്കെ വന്നിട്ടുള്ള ഓടാണ്. ഇത് നല്ല ഓടാണ്. പക്ഷേ അവർ ഈ ഓടും കൂടി മാറ്റിക്കോ, കാരണം ഇവിടെ മാത്രമായിട്ട് പഴയ ഓട് വെക്കണ്ട എന്നുള്ള കണ്ടീഷനിൽ പുതിയ ഓട് തന്നെയാണ് ഇവിടെ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ല, മെയിനായിട്ട് പുതിയ ഓട് എന്നുള്ളത് പറഞ്ഞാൽ ഡബിൾ പാത്തി ആണ് വെക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം സിംഗിൾ പാത്തിയും ഡബിൾ പാത്തിയും തമ്മിൽ നല്ല റേഞ്ച് വ്യത്യാസമുണ്ട് കേട്ടോ. സിംഗിൾ പാത്തി ഓട് ഏകദേശം ഒരു 26-27 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. ഇതിപ്പം നമ്മൾ നിലമ്പൂർ ഓടാണ്. ഇപ്പോൾ ഇതിന് ഏകദേശം ഒരു 45 രൂപ റേറ്റ് കടയിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈറ്റിൽ വരുമ്പോഴത്തേക്കും 50 രൂപ അതിൽ മേലെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് ഈ വർക്ക് എടുക്കുന്നത് കേട്ടോ. തളിപ്പറമ്പ് ഭാഗത്ത് ആണ് വർക്ക് എടുക്കുന്നത്. ഈ ഓട് നമ്മൾ തലശ്ശേരിയിൽ നിന്നാണ് എടുത്തിട്ടുണ്ട്. അതിന് നിലമ്പൂർ ഓടാണ്. ഡബിൾ പാത്തിയുടെ കുറേ ടൈപ്പ് ഓടുകളുണ്ട്. ഇപ്രാവശ്യം നമ്മൾ നിലമ്പൂർ ഓടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലും റേറ്റ് കൂടിയ ഓടും കുറഞ്ഞ ഓടുകളെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ ഈ ഓടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡബിൾ പാത്തി കുഴപ്പമൊന്നുമില്ല, വലിയ വേരിയേഷൻ ഒന്നുമില്ല. പിന്നെ പഴയ ആ ഒരു ഓടിൻ്റെ പിന്നെ ഇത് ഉണ്ടാവില്ല, കാരണം പഴയ ക്ലേ അല്ല ഇത്, ശരിക്കും ഒരു കളർ കൂടിയ ടൈപ്പ് ക്ലേ ആണ്. അപ്പം കുഴപ്പമൊന്നുമില്ല, ലീക്കൊന്നുമില്ല. കഴിഞ്ഞ മഴയെല്ലാം ഇത് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നല്ല മഴയെല്ലാം കിട്ടീന്, അപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പെയിൻറ്റിങ്ങും കൂടി അടിച്ച്, അതായത് ആ ഭാഗത്തെല്ലാം നമ്മൾ പിന്നെ എന്താ പറയുക, റോസ് കളർ മാറ്റി നമ്മൾ വൈറ്റ് കളർ മൊത്തം. കാരണം പിന്നെ ഓട് വെക്കുന്നതിന് മുമ്പ് അവർ പെയിൻ്റ് അടിക്കാൻ ആരെയും കിട്ടുമെന്ന് ചോദിച്ചു. പക്ഷെ എല്ലാവർക്കും നല്ല തിരക്കുള്ള ടൈമാണ്. അവസാനം നമ്മൾ തന്നെ ആ ഭാഗത്തെല്ലാം പെയിൻ്റ് അടിച്ച് ജനലെല്ലാം അടിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തായലിന് കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട്, അതുകൂടി നമ്മൾ തന്നെ ഇപ്പോൾ അടിച്ചു കൊടുക്കേണ്ടി വരും. കാരണം വേറെ ആരും ഇനി ഇത്ര ചെയ്തിട്ട് ഇനി വേറെ ആരും വരില്ല, ഉള്ളല്ല പുറം മാത്രമേ നമ്മൾ അടിക്കുന്നുള്ളൂ. പിന്നെ ഓടെല്ലാം വെച്ച് അതിനിടയ്ക്ക് മൂലയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മൂലയോടെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് പ്രാവശ്യം നമ്മൾ റെഡ് ഓക്സൈഡ് ഒന്നും കൂട്ടാണ്ടാണ് മൂല വെച്ചിന്. റെഡ് ഓക്സൈഡ് കൂട്ടുന്നതിനെക്കാളും നല്ലത് പിന്നെ ഇതുപോലത്തെ പെയിൻറ്റ് തന്നെയാണെന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ ഓട് വെച്ച് കഴിഞ്ഞിട്ട് മൂലയോടിന് പെയിൻറ്റ് അടിക്കുക. മൂലയോടിൻ്റെ സിമെൻറ്റിനെല്ലാം നമ്മൾ പെയിൻറ്റ് രണ്ടാമത് അടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ആദ്യത്തേതിൽ നിന്ന് ചെറിയൊരു മാറ്റമായിട്ട് നമ്മൾ പുറകു വശത്ത് ഇതുണ്ടല്ലോ, ഫസ്റ്റ് ഫ്ലോറിന് നമ്മളൊരു ഷെയ്ഡും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. ഒരു 2 ഓട് വെച്ചിട്ട് കാണുമ്പോൾ കാരണം അത്രയും ഹൈറ്റിലൊരു ഓപ്പൺ ആയിട്ട് കിടക്കണമെന്ന് വെച്ചിട്ട് നമ്മളൊരു ചെറിയ ഷെയ്ഡും കൂടി, കാരണം ഒരു വൃത്തി വരാൻ വേണ്ടിയിട്ട് അതും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വർക്കിന് നമുക്ക് മൊത്തത്തിൽ ഏകദേശം വന്നിരിക്കുന്ന ചിലവ് 8 ലക്ഷം രൂപയോളാണ്. കാരണം ഫുള്ള് നമ്മൾ ഇത്രയും പെയിൻറ്റിങ് അടിച്ചതും ടാറ്റ പൈപ്പിൻ്റെ പട്ടിക ഉപയോഗിച്ചതും അങ്ങനെ ഉള്ള എല്ലാ ചിലവുകളും പൊളിക്കലും ക്ലീനിങ് ഉൾപ്പെടെ ഓടെല്ലാം എടുത്ത് നമ്മൾ കുറച്ച് സ്ഥലത്തു നിന്ന് കുറച്ച് ദൂരോട്ട് ഒഴിവാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഉൾപ്പെടെ വന്നിട്ടുള്ള ചിലവാണ് ഇത്രയും പൈസ. അപ്പം വർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ വർക്കിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മൾ ഫോളോ ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ തുടർന്നുള്ള വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഈ വീടിനെ കുറിച്ചുള്ള പിന്നെ ഈ രീതിയിലേക്ക്, അതായത് 2 സൈഡിലോട്ട് ചെരിച്ചിട്ട് ചെയ്തതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതുപോലെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളവരും അതിൻ്റെ കമൻറ്റും, ഇതുപോലെ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പം ഇതിന് ഏകദേശം വന്നിരിക്കുന്ന ഓട് ഏകദേശം ഒരു 3500 ഓടോളാണ് വന്നിരിക്കുന്നത്. അപ്പം അത്രയും ഓട് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി മൂലയോട്, പിന്നെ ഇതിൻ്റെ ചിലവ് പറയുമ്പോൾ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. കാരണം പിന്നെ ഓടിന് 2 കോട്ട് പെയിൻറ്റ്, പൈപ്പിന് പെയിൻറ്റ്, പ്രൈമർ, അങ്ങനെയുള്ള എല്ലാ ചിലവുകളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്.